പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. സ്വർഗീയ പിതാവേ, കാരുണ്യവനായ കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവേ, നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ മഹാഭാവികളാവുന്ന നിങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അപകടമരണത്തിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, പാപഹേതുക്കളിൽ നിന്നും, മാരകമായ സംഘടനകളിൽ നിന്നും സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ തൃപാദത്തിൽ വളരെ താഴ്മയായി സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമീൻ. ഇന്നത്തെ ചിന്താ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗീയ ഭവനം. സ്വർഗീയ ഭവനം എന്ന് പറയുന്നത് സകല വിശുദ്ധന്മാരുടെയും നിത്യ വിശ്രമ സ്ഥലമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാ ജാതികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ വസിക്കുന്ന സ്ഥലമാണ് സ്വർഗീയ ഭവനം എന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാരുടെ പേര് എഴുതിയിരിക്കുന്ന ഭവനമാണ് എന്ന് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വം ആണ് സ്വർഗീയ ഭവനമെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. തേജസ്വീകരിക്കപ്പെട്ട നിവാസമാണ് സ്വർഗം എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. ദൈവകര നിർമ്മിതമാണ് സ്വർഗീയ ഭവനം എന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സകല വിശുദ്ധന്മാരുടെയും നിത്യ വിശ്രമ സ്ഥലമാണ് ഇത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. നാം ദൈവ പൈതലായി ജീവിക്കുന്നുവെങ്കിൽ നാം സ്വർഗീയ ഭവനത്തിൽ അവകാശികളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ ജാതികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ വസിക്കുന്ന സ്ഥലമാണ് സ്വർഗീയ ഭവനമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ അറിയുന്ന പൈതലിനെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ജാതിയും മതവും ഒക്കെ മനുഷ്യരാണ് ഉണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. രൂപാന്തരം ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. നിലവിലുള്ളതൊക്കെയും നശിച്ചു പോകും എന്ന് നാം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിലവിലുള്ളതൊക്കെയും നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിക്കനുസൃതമായി നമുക്ക് സ്ഥലം ലഭിക്കും. അത് നമ്മൾ മറക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഇവിടെ എടുത്ത് പറയുവാനുള്ളത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പീൻ എന്നാണ് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വമാണ് സ്വർഗീയ ഭവനം എന്നാണ്. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരനെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയനോട് സദൃശ്യമെന്നാണ് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവിധ സമൃദ്ധിയും നമുക്ക് വേണമെങ്കിൽ നാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം എന്നുള്ളത് നാം മറക്കാതിരുന്നാൽ മതിയാകും. നമുക്ക് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം നോക്കുമ്പോൾ തേജസ്വീകരിക്കപ്പെട്ട നിവാസം ആണ് നാം അവിടെ കാണുന്നത്. സ്തെഫാനോസ് മഹാപുരോഹിതന്മാരോട് മറുപടി പറയുന്നതായി നാം അവിടെ കാണുന്നുണ്ട്. അതായത് 7-ാം അധ്യായം നാം നോക്കുമ്പോൾ അതിനകത്തെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. അത് നാം മനസ്സിലാക്കി
പിന്നീട് ഉള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്വർഗം തേജസ്വീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല. നിർമ്മിതമാണ് സ്വർഗീയ ഭവനമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും പറയുന്നു. ശാശ്വതമല്ലാത്ത ഈ ലോകത്തിലെ കൂടാരം വിട്ട് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തി ദൈവഹിതമെങ്കിൽ നാം അതിന് അവകാശിയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം അതൊക്കെ അതിന് ആ സ്വർഗീയ ഭവനത്തിന് അവകാശി ആകണം എന്നുണ്ട് എങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തി ഒരു നല്ല ക്രിസ്ത്യാനിയായി നാം ജീവിക്കേണ്ടതുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് നമ്മെ ഉദ്ബോധിപ്പിച്ചതായ കാര്യങ്ങളൊക്കെയും ഓർത്തിരിക്കുകയും പിന്നീട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തത് നാം ഓർത്തിരിക്കുന്നുവെങ്കിൽ, അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രവൃത്തി നമുക്കുണ്ടെങ്കിൽ സ്വർഗീയ ഭവനം നമുക്കും അവകാശമായി തീരും. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് യോഹന്നാൻ ശ്ലീഹയുടെ രക്ഷാസുവിശേഷത്തിലൂടെ അറിയിച്ചത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നുവെങ്കിൽ നാം അവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. ക്രിസ്തുവിൽ അനുസരണമുള്ളവരായി ബാക്കി ജീവിതം ജീവിക്കുന്നുവെങ്കിൽ നാം സ്വർഗരാജ്യത്തിന് അവകാശമുള്ളവരായിത്തീരും. അതിനായി അങ്ങനെ ജീവിക്കുന്നതിനായി നമുക്ക് ഏവർക്കും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശമായിത്തീരും. സന്മനസ്സുള്ളവർ ഭാഗ്യവാന്മാരായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.